സോ നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് ചില പീരിയോഡിക് പ്രോപ്പർട്ടീസിനെ കുറിച്ചിട്ടാണ്. ഇത് ജസ്റ്റ് നിങ്ങൾ ആ ഓർഡറും കാര്യങ്ങളൊന്നും നോക്കി വെച്ചിരുന്നാൽ മതി. അപ്പോൾ ആദ്യം നോക്കുകയാണെങ്കിൽ മെൽറ്റിംഗ് പോയിന്റിനും ബോയിലിംഗ് പോയിന്റിനും എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അക്രോസ് എ പീരീഡ്, ഒരു പീരീഡിന് അക്രോസ് ആയിട്ട് നമ്മൾ മൂവ് ചെയ്യുമ്പോൾ ജനറൽ ട്രെൻഡ് ഇങ്ങനെയാണ്. മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും ആദ്യം ഒന്ന് കൂടി അന്നേരം മാക്സിമത്തിലെത്തും. ഏകദേശം ഒരു 14th ഗ്രൂപ്പ് എലമെന്റ് ഒക്കെ ആകുമ്പോഴത്തേനും മാക്സിമത്തിലെത്തും. ദെൻ അത് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ജനറൽ ട്രെൻഡ് എലോങ് എ പീരീഡ്. നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് ആദ്യം എന്ത് ചെയ്യും? മെൽറ്റിംഗ് പോയിന്റ് ബോയിലിംഗ് പോയിന്റും കൂടി അതിന്റെ മാക്സിമത്തിൽ എത്തുന്നത് ഒരു മിഡിലിൽ വരുമ്പോൾ, അതായത് 14th ഗ്രൂപ്പ് എലമെന്റ് ഒക്കെ ആകുമ്പോൾ അതിന്റെ മാക്സിമത്തിൽ എത്തും. പിന്നീട് അത് കുറഞ്ഞു പോകും. ഇത് റെപ്രസെന്റേറ്റീവ് എലമെന്റ്സിന്റെ കേസിലാണ്, അതായത് എസ് ബ്ലോക്ക് എലമെന്റ്സിന്റെ പി ബ്ലോക്ക് എലമെന്റ്സിന്റെ കേസാണ് പറയുന്നത്. നമ്മൾ ട്രാൻസിഷൻ മെറ്റൽസിനെ കൂട്ടിയിട്ടില്ല. എസ് ബ്ലോക്കിന്റെ പി ബ്ലോക്കിന്റെ കേസ് പറയാണ്. ആദ്യം കൂടി മാക്സിമത്തിൽ എത്തും 14th ഗ്രൂപ്പ് എലമെന്റ് ആകുമ്പോൾ, പിന്നീട് എന്ത് ചെയ്യും? കുറഞ്ഞ് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു നോബിൾ ഗ്യാസിനായിരിക്കും എപ്പോഴും ഒരു പീരീഡ് എടുക്കുകയാണെങ്കിൽ ആ ഒരു പീരീഡിൽ വരുന്ന നോബിൾ ഗ്യാസിന് അല്ലെങ്കിൽ ഇനോട്ട് ഗ്യാസിനായിരിക്കും അതിന്റെ മെൽറ്റിംഗ് പോയിന്റ് ആണെങ്കിലും ബോയിലിംഗ് പോയിന്റ് ആണെങ്കിലും ഏറ്റവും മിനിമത്തിൽ വരുന്നത് 18th ഗ്രൂപ്പ് എലമെന്റ് ആയ നോബിൾ ഗ്യാസിനായിരിക്കും. ഇനി നമ്മൾ ഒരു ഗ്രൂപ്പ് കൺസിഡർ ചെയ്യുകയാണ്. ഡൗൺ എ ഗ്രൂപ്പ് നമ്മൾ ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് ഈ പറയുന്ന മെൽറ്റിംഗ് പോയിന്റ് ബോയിലിംഗ് പോയിന്റ് വേരി ചെയ്യുന്നത്? നമ്മൾ ഡൗൺ ദ ഗ്രൂപ്പ് പോകുമ്പോൾ കുറച്ചും കൂടെ ഒരു റെഗുലർ വേരിയേഷൻ ആണ് സംഭവിക്കുന്നത്. പക്ഷേ ആ ഒരു വേരിയേഷൻ എങ്ങനെയാണെന്നുള്ളത് അത് മാറിക്കൊണ്ടിരിക്കും. നമ്മൾ എടുക്കുന്ന ഗ്രൂപ്പ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. നമ്മൾ ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റിനെയും സെക്കൻഡ് ഗ്രൂപ്പ് എലമെന്റിനെയും കൺസിഡർ ചെയ്യുകയാണ്. അതായത് ആൽക്കലൈൻ മെറ്റൽസിനെയും ആൽക്കലൈൻ എർത്ത് മെറ്റൽസിനെയും കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ടോപ്പ് ടു ബോട്ടം വരുമ്പോൾ ഡൗൺ ദ ഗ്രൂപ്പ് വരുമ്പോഴത്തേനും മെൽറ്റിംഗ് പോയിന്റ് റെഗുലർലി ഡിക്രീസ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, ലിഥിയത്തിനെക്കാട്ടിലും മെൽറ്റിംഗ് പോയിന്റ് കുറവാണ്, അല്ലെങ്കിൽ ബോയിലിംഗ് പോയിന്റ് കുറവാണ് സോഡിയത്തിന് കുറവാണ്, അതിലും കുറവാണ് പൊട്ടാസ്യത്തിന്. അതിന് ഫസ്റ്റ് ഗ്രൂപ്പ് ആണെങ്കിലും സെക്കൻഡ് ഗ്രൂപ്പ് ആണെങ്കിലും ശരി തന്നെ ഡൗൺ ദ ഗ്രൂപ്പ് എന്താ സംഭവിക്കുന്നത്? അതിന്റെ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും റെഗുലർലി ഡിക്രീസ് ചെയ്യും. പക്ഷേ ഹാലജൻസ് ആണെങ്കിൽ ഡൗൺ ദ ഗ്രൂപ്പ് വരുമ്പോഴത്തേനും മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും ഡിക്രീസ് ചെയ്യല്ല ചെയ്യുന്നത്. ഇവിടെ ഡിക്രീസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്, ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഹാലജൻസിന്റെ കേസിൽ ഡൗൺ ദ ഗ്രൂപ്പ് നമ്മൾ ടോപ്പ് ടു ബോട്ടം വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും? മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും റെഗുലർലി ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാം. ഫ്ലൂറിനേക്കാളും കൂടുതലാണ് ക്ലോറിനും കൂടുതലാണ് ബ്രോമിനേക്കാളും കൂടുതലാണ് അയഡിന്. ആ ഒരു ഓർഡർ ആയിരിക്കും പോകുന്നത്. ഓക്കെ, ആ കാര്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. അതിന്റെ എക്സ്പ്ലനേഷൻ ആക്ച്വലി അത് പിന്നീട് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേനും നിങ്ങൾക്കത് തരാം. ദെൻ ഇതിന്റെ ഡെൻസിറ്റി നോക്കുകയാണെങ്കിൽ ഡെൻസിറ്റി നമ്മൾ അക്രോസ് എന്താ പറയുക, ലിഥിയം സോഡിയം പൊട്ടാസ്യം നമ്മൾ അക്രോസ് എ പീരീഡ് ഡൗൺ ദ ഗ്രൂപ്പ് പോകുമ്പോഴത്തേനും എന്താ പറയുന്നത്? ഫസ്റ്റ് ഇൻക്രീസസ് ആൻഡ് റീച്ചസ് എ മാക്സിമം ഇൻ ദ മിഡിൽ ആൻഡ് ദെൻ ഡിക്രീസസ്. ഇത് അക്രോസ് എ പീരീഡ്. ഒരു പീരീഡിന് അക്രോസ് ആയിട്ട് പോകുമ്പോൾ ഡെൻസിറ്റി ആദ്യം എന്ത് ചെയ്യും? ആദ്യം ഇൻക്രീസ് ചെയ്യുന്നു, അതിന്റെ മാക്സിമത്തിൽ എത്തുന്നു. ഒരു മിഡിൽ മെമ്പർ ഒക്കെ ആകുമ്പോൾ പിന്നീട് എന്താ ചെയ്യുന്നത്? ഡിക്രീസ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. ഒരു ഗ്രൂപ്പിലാകുമ്പോൾ ലിഥിയം സോഡിയം പൊട്ടാസ്യം റുബീഡിയം സീസിയം ഇതൊരു സെയിം ഗ്രൂപ്പ് എലമെന്റ് അല്ലേ? എലോങ് ദ ഗ്രൂപ്പ് എന്താ സംഭവിക്കുന്നത്? താഴേക്ക് വരുന്നതിനനുസരിച്ച് ഡെൻസിറ്റി കൂടിയാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഡെൻസിറ്റിയിലുള്ള വേരിയേഷൻ. ഇത് അത്ര ഇമ്പോർട്ടന്റ് ഒന്നും അല്ല. നിങ്ങൾ ജസ്റ്റ് ആ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും പറഞ്ഞില്ലേ, ആ ഒരു എക്സെപ്ഷണൽ കേസും കൂടെ വരുന്നതുകൊണ്ട് ആ പോയിന്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. പിന്നെ നമ്മൾ പറയാം ഓക്സൈഡ്സിന്റെ അസിഡിറ്റി, ബേസിസിറ്റി, അതിനെ പറ്റിയാ പറയുന്നത്. അസിഡിറ്റി ആൻഡ് ബേസിസിറ്റി ഓഫ് ഓക്സൈഡ്സ്. അപ്പൊ എലമെന്റ് ഫോം ചെയ്യുന്ന ഓക്സൈഡ്സ് എടുക്കുകയാണെങ്കിൽ ചില ഓക്സൈഡ്സ് അസിഡിക് ആയിരിക്കും, ചില ഓക്സൈഡ്സ് ബേസിക് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ അസിഡിറ്റിക്കും ബേസിസിറ്റിക്കും എന്തിനു ബേസിൽ അസിഡിക് ആൻഡ് ബേസിക് എന്ന് പറയുന്നത്? ഇപ്പോൾ ഒരു ഓക്സൈഡ് അസിഡിക് ഓക്സൈഡ് എന്ന് പറയണമെങ്കിൽ ആ ഒരു ഓക്സൈഡ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് നമുക്കൊരു ആസിഡ് കിട്ടുകയാണെങ്കിൽ നമുക്ക് ആ ഓക്സൈഡിനെ അസിഡിക് ഓക്സൈഡ് എന്ന് പറയാം. എക്സാമ്പിൾ സൾഫർ ഡൈ ഓക്സൈഡ്, SO2. ഇപ്പൊ സൾഫർ ഡൈ ഓക്സൈഡിനെ നമ്മൾ അസിഡിക് ഓക്സൈഡ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ബിക്കോസ് ഇയാള് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേന് എനിക്ക് സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുന്ന ആസിഡ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഓക്സൈഡ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഒരു ആസിഡ് കിട്ടുകയാണെങ്കിൽ നമുക്ക് ആ ഓക്സൈഡിനെ അസിഡിക് ഓക്സൈഡ് എന്ന് പറയാം. ഒരു ജനറൽ ഡെഫിനിഷൻ ആണ്. ബേസിക് ഓക്സൈഡ്, ഇപ്പം സോഡിയം ഓക്സൈഡ് എടുക്കാമെന്ന് വിചാരിച്ചു.
അല്ലെങ്കിൽ പൊട്ടാസ്യം ഓക്സൈഡ്. ഇതുപോലെ ആൽക്കലി മെറ്റൽസ് ഫോം ചെയ്യുന്ന ഓക്സൈഡ്സുകളൊക്കെ എന്തായിരിക്കും? ജനറലി ബേസിക് ഓക്സൈഡ്സ് ആയിരിക്കും. ബിക്കോസ് അവർ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ബേസ് ഫോം ചെയ്യുന്ന രീതിയിൽ. ഓക്കെ, അപ്പോൾ ജനറലി ഈ ആൽക്കലി മെറ്റൽസും ആൽക്കലൈൻ എർത്ത് മെറ്റൽസും ഒക്കെ ഫോം ചെയ്യുന്നത് എന്താണ്? ബേസിക് ഓക്സൈഡ്സുകളാണ് ഫോം ചെയ്യുന്നത്. 16th ഗ്രൂപ്പ് എലമെന്റ്സ് ആണെങ്കിലും 17th ഗ്രൂപ്പ് എലമെന്റ് ആണെങ്കിലും ഫോം ചെയ്യുന്ന ഓക്സൈഡ്സ് എന്ന് പറയുന്നത് അസിഡിക് ഓക്സൈഡ്സ് ആയിരിക്കും. ഇനി ആംഫോട്ടറിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാറ്റഗറി ഓഫ് ഓക്സൈഡ്സ് ഉണ്ട്. അതായത് അവർ അസിഡിക് നേച്ചറും കാണിക്കും, ബേസിക് നേച്ചറും കാണിക്കും. അപ്പോൾ ചില എലമെന്റുകൾ ഫോം ചെയ്യുന്ന ഓക്സൈഡ്സുകളൊക്കെ എന്തായിരിക്കും? ആംഫോട്ടറിക് ആയിരിക്കും. നിങ്ങൾ ഓർക്കുക, ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ്സും സെക്കൻഡ് ഗ്രൂപ്പ് എലമെന്റ്സും ഫോം ചെയ്യുന്ന ഓക്സൈഡ്സ് ബേസിക് ഓക്സൈഡ്സ് ആണ്. 16th ഗ്രൂപ്പ് ആണെങ്കിലും 17th ഗ്രൂപ്പ് ഒക്കെ ഫോം ചെയ്യുന്ന ഓക്സൈഡ്സ് അസിഡിക് ഓക്സൈഡ്സ് ആണ്. ദെൻ ആംഫോട്ടറിക് ഓക്സൈഡ്സ് ഉണ്ട്. രണ്ടിനും ഇന്റർമീഡിയറ്റ് ആയിട്ട് നിൽക്കുന്നവർ. അപ്പൊ ആരൊക്കെയാണ് ആംഫോട്ടറിക് ഓക്സൈഡ്സ് ഫോം ചെയ്യുന്നത്? അപ്പൊ അത് ജസ്റ്റ് നോക്കി നിൽക്കുക. ഹൈഡ്രജൻ, ബെർലിയം. ബെർലിയം സെക്കൻഡ് ഗ്രൂപ്പ് ആണ്, സ്റ്റിൽ അത് ഫോം ചെയ്യുന്ന ഓക്സൈഡ് ആംഫോട്ടറിക് ആണ്. അതുപോലെ അലൂമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം, ടിൻ, lead, then antimony, bismuth, zinc, arsenic, germanium. അപ്പൊ ഇത്രയും ആളുകൾ ഫോം ചെയ്യുന്ന ഓക്സൈഡ്സ് ജനറൽ ആംഫോട്ടറിക് ആണ്. നമുക്കറിയാം ഹൈഡ്രജൻ ഫോം ചെയ്യുന്ന ഓക്സൈഡ് ഏതാ? വാട്ടർ അല്ലെ? ഹൈഡ്രജൻ ഫോം ചെയ്യുന്ന ഓക്സൈഡ് ആണ് നമ്മുടെ വാട്ടർ. വാട്ടർ എന്ന് പറയുന്നത് എന്താ? ആംഫോട്ടറിക് ആണ്. അത് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്, ബേസുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. അതായത് വാട്ടർ ചില സമയത്ത് വാട്ടർ ഒരു ആസിഡായിട്ട് ആക്ട് ചെയ്യും, ചില സമയത്ത് വാട്ടർ എന്താ? ഒരു ബേസ് ആയിട്ട് ആക്ട് ചെയ്യും. അതായത് ഒരു ആംഫോട്ടറിക് ആണ്. ഓക്കെ, അപ്പൊ ഹൈഡ്രജൻ ഫോം ചെയ്യുന്ന ഓക്സൈഡ്സ് ആംഫോട്ടറിക് ആണ്. അതുപോലെ ഈ എലമെന്റുകളൊക്കെ ഫോം ചെയ്യുന്ന ഓക്സൈഡ്സ് ആംഫോട്ടറിക്. അപ്പൊ ആ എലമെന്റ്സ് ഏതൊക്കെയാണ് ജസ്റ്റ് ആ എലമെന്റുകൾ ഏതൊക്കെയാണ് ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കി വെച്ചിരുന്നാൽ മതി. ഇപ്പൊ അലൂമിനിയം ഓക്സൈഡ് എന്ന് തരുവാണെന്നുണ്ടെങ്കിൽ ഇമീഡിയറ്റ്ലി നമുക്ക് പറയാൻ പറ്റുന്നത് ആംഫോട്ടറിക്, അല്ലെങ്കിൽ ജെർമേനിയം ഓക്സൈഡ്, ആർസനിക് ഫോം ചെയ്യുന്ന ഓക്സൈഡ്, അതൊക്കെ എന്താ? ആംഫോട്ടറിക് ഓക്സൈഡ്സ് ആണ്. അപ്പൊ ആ എലമെന്റുകൾ ഏതൊക്കെയാണ് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ദെൻ ഇതിനകത്ത് വരുന്ന ഇതിന്റെ ട്രെൻഡ് ആണ് ഈ അസിഡിക് ഓക്സൈഡിന്റെയും ബേസിക് ഓക്സൈഡിന്റെയും ആ ഒരു അസിഡിക് സ്ട്രെങ്ത് അല്ലെങ്കിൽ ബേസിക് സ്ട്രെങ്ത് എങ്ങനെ വേരി ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ ആ പോയിന്റ് കൂടെ നോട്ട് ചെയ്തിരിക്കണേ. അക്രോസ് എ പീരീഡ് നമ്മൾ കുറെ ഓക്സൈഡ്സിനെ കൺസിഡർ ചെയ്യാണ്. സി കാർബൺ ഡൈ ഓക്സൈഡ്, ഫോസ്ഫറസ് P2O5 ഫോസ്ഫറസ് പെന്റോക്സൈഡ്, സൾഫർ ഡൈ ഓക്സൈഡ്, ദെൻ ക്ലോറിൻ. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാർബൺ ഇതെന്താ? 14th ഗ്രൂപ്പ് ആണ്, 15th ഗ്രൂപ്പ് ആണ്, 16th ഗ്രൂപ്പ് ആണ്, 17th ഗ്രൂപ്പ് ആണ്. നമ്മൾ അക്രോസ് എ പീരീഡ് മൂവ് ചെയ്യാണ്. അക്രോസ് എ പീരീഡ് അല്ലേ? കാർബൺ, ഫോസ്ഫറസ്, സൾഫർ, ക്ലോറിൻ 14th, 15th, 16th, 17th ഗ്രൂപ്പ് എലമെന്റ്സ്. അപ്പൊ അക്രോസ് എ പീരീഡ് നമ്മൾ മൂവ് ചെയ്യുന്ന സമയത്ത് ഈ ഓക്സൈഡ്സിന്റെ അസിഡിക് നേച്ചറിന് എന്താണ് സംഭവിക്കുന്നത്? അസിഡിക് നേച്ചറിന്റെ വേരിയേഷൻ ആണ് ഞാൻ ഇവിടെ പറയുന്നത്. അസിഡിക് നേച്ചറിന്റെ വേരിയേഷൻ ആണ് പറയുന്നത്. ഓക്കെ, അപ്പം അക്രോസ് എ പീരീഡ് ഇവരുടെ അസിഡിക് നേച്ചറിന് എന്ത് സംഭവിക്കുന്നു? അക്രോസ് എ പീരീഡ് ഈ ഓക്സൈഡ്സിന്റെ അസിഡിക് നേച്ചർ ജനറലി ഇൻക്രീസ് ചെയ്യുന്ന ഒരു ട്രെൻഡ് ആണ് കാണുന്നത്. കാർബൺ ഡൈ ഓക്സൈഡിനേക്കാളും മോർ അസിഡിക് ഓക്സൈഡ് ആണ് ഫോസ്ഫറസ് പെന്റോക്സൈഡ്. അതിലും അസിഡിക് ആയിരിക്കും സൾഫർ ഡൈ ഓക്സൈഡ്, അതിലും അസിഡിക് ആണ് ക്ലോറിൻ ഡൈ ഓക്സൈഡ്. ഓക്കെ, അപ്പൊ അക്രോസ് എ പീരീഡ് ഈ ഓക്സൈഡ്സിന്റെ അസിഡിക് നേച്ചർ ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. വാട്ട് അബൌട്ട് ഡൗൺ ദ ഗ്രൂപ്പ്? ഡൗൺ ദ ഗ്രൂപ്പ് എന്താ സംഭവിക്കുന്നത്? എക്സാമ്പിൾ ഇപ്പോ ലിത്തിയം ഓക്സൈഡ്, സോഡിയം ഓക്സൈഡ്, പൊട്ടാസ്യം ഓക്സൈഡ്, റുബീഡിയം ഓക്സൈഡ്, സീസിയം ഓക്സൈഡ്. ഓക്കെ, ഇവരുടെ ഇത് ലിത്തിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റാ അല്ലെ? ലിത്തിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം. അപ്പോൾ ഡൗൺ ദ ഗ്രൂപ്പ് ഇവർ ഫോം ചെയ്യുന്ന ഓക്സൈഡ്സിന്റെ അസിഡിക് നേച്ചർ എന്താണ് സംഭവിക്കുന്നത്? അസിഡിക് നേച്ചർ ഡിക്രീസസ്. ഓക്കെ, അസിഡിക് നേച്ചർ കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അപ്പൊ ലിഥിയത്തിനേക്കാളും ലെസ് അസിഡിക് ആണ് സോഡിയം ഓക്സൈഡ്, അതിലും ലെസ് അസിഡിക് ആണ് പൊട്ടാസ്യം ഓക്സൈഡ്. അപ്പോൾ ഓർത്തിരിക്കേണ്ട പോയിന്റ് ഇതാണ്, ഓക്സൈഡ്സിന്റെ അസിഡിക് നേച്ചർ ആണ് നമ്മൾ നോക്കുന്നതെങ്കിൽ അക്രോസ് എ പീരീഡ് അതിന്റെ അസിഡിക് നേച്ചർ കൂടുകയാണ് ചെയ്യുന്നത്. ഡൗൺ ദ ഗ്രൂപ്പ് അസിഡിക് നേച്ചർ കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ പറഞ്ഞ അസിഡിക് നേച്ചറിന് ജസ്റ്റ് റിവേഴ്സ് ആണ് അതിന്റെ ബേസിക് നേച്ചർ. അതായത് ഡൗൺ ദ ഗ്രൂപ്പ് അസിഡിക് നേച്ചർ കുറയാൻ മീൻസ് ഡൗൺ ദ ഗ്രൂപ്പ് ബേസിക് നേച്ചർ എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു ഓക്സൈഡ്സിന്റെ. ഓക്കെ, അപ്പോ അതാണ് ഇതിനകത്ത് വരുന്ന പോയിന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് ഓർത്തിരുന്നാൽ മതി. പിന്നെ നമുക്ക് വരുന്ന ഒരു കാര്യം ഡയഗണൽ റിലേഷൻഷിപ്പ്. അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ചെറിയ ക്ലാസ്സിലെ പഠിക്കുന്നതാണ്.
ഡയഗണൽ റിലേഷൻഷിപ്പ്. എന്തായി ഡയഗണൽ റിലേഷൻഷിപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്? അതായത് സെക്കൻഡ് പീരീഡിലെ എലമെന്റ്സിനും തേർഡ് പീരീഡിലെ ചില എലമെന്റ്സിനും തമ്മിൽ അവരുടെ പ്രോപ്പർട്ടീസ് ഒക്കെ വളരെ ഐഡന്റിക്കൽ ആയിരിക്കും. ഇപ്പൊ നമ്മൾ സെക്കൻഡ് പീരീഡ് എലമെന്റ്സ് എടുക്കുകയാണെങ്കിൽ ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ. തേർഡ് പീരീഡ് എലമെന്റ്സ് എടുക്കുകയാണെങ്കിൽ ലിഥിയത്തിന് താഴെ സോഡിയം, മഗ്നീഷ്യം, അലൂമിനിയം, സിലിക്കൺ അല്ലെ. അപ്പൊ നമ്മൾ ഇവരുടെ പ്രോപ്പർട്ടീസ് ഒക്കെ സ്റ്റഡി ചെയ്തപ്പോൾ ഒരു കാര്യം നമ്മുടെ സയന്റിസ്റ്റിന് മനസ്സിലായി. സെക്കൻഡ് പീരീഡിലെ ചില എലമെന്റ്സിനും തേർഡ് പീരീഡിലെ ചില എലമെന്റ്സിനെയും പ്രോപ്പർട്ടീസ് ഒക്കെ ഐഡന്റിക്കൽ ആയിട്ട് വരുന്നുണ്ട്. ഓൾദോ ദേ ബിലോങ് ടു ഡിഫറെന്റ് ഗ്രൂപ്പ്. അവർ ഡിഫറെന്റ് ഗ്രൂപ്പ്സിലാണെങ്കിൽ കൂടി സെക്കൻഡ് പീരീഡും തേർഡ് പീരീഡിലെയും കുറെ എലമെന്റ്സിന് അവരുടെ പ്രോപ്പർട്ടീസ് ഒക്കെ ഐഡന്റിക്കൽ ആയിട്ട് വരുന്നുണ്ട്. ലിഥിയത്തിന്റെ പ്രോപ്പർട്ടീസ് മഗ്നീഷ്യത്തിന് ഐഡന്റിക്കൽ ആയിട്ട് കണ്ടു. ബെറിലിയത്തിന്റെ പ്രോപ്പർട്ടീസ് അലൂമിനിയത്തിന് ഐഡന്റിക്കൽ ആയിട്ട് കണ്ടു. ദ സെയിം വേ ബോറോണിന്റെ പ്രോപ്പർട്ടീസ് സിലിക്കൺ ഐഡന്റിക്കൽ ആയിട്ട് കണ്ടു. അപ്പൊ ലിഥിയത്തിനും മഗ്നീഷ്യത്തിനും സിമിലർ ആയിട്ടുള്ള കുറെ പ്രോപ്പർട്ടീസ് ഉണ്ട്. ബെറിലിയത്തിന് അലൂമിനിയത്തിനും കുറെ സിമിലർ പ്രോപ്പർട്ടീസ് ഉണ്ട്. ദാറ്റ് മീൻസ് ഇവിടെ ഒരു ഡയഗണൽ റിലേഷൻഷിപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ സെക്കൻഡ് പീരീഡ് എലമെന്റും തേർഡ് പീരീഡ് എലമെന്റും തമ്മിൽ ഒരു ഡയഗണൽ റിലേഷൻഷിപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിനാണ് ഡയഗണൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. സിമ്പിൾ, ആരൊക്കെ തമ്മിലാണെന്നുള്ള ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി, അല്ലാണ്ട് വലിയ കാര്യം ഇതിനകത്തില്ല. അപ്പൊ ഇത്രയായപ്പോൾ ഏകദേശം നമ്മുടെ ഈ ഒരു പീരിയോഡിസിറ്റി എന്ന് പറയുന്ന ഈ ഒരു സെക്ഷൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ അതിനു മുന്നേ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ ഒരു പോയിന്റ് ഞാൻ ഒരിക്കൽ നമ്മുടെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ പറഞ്ഞ ഒരു പോയിന്റ് ഞാൻ ഇവിടെ ഒന്ന് മാറ്റാണ്. അപ്പൊ അത് ഞാൻ പറഞ്ഞതിൽ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. അത് പിന്നീടാണ് ഞാൻ നോക്കിയത്. ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എസ് ബ്ലോക്ക് എലമെന്റ്സിനെയും പി ബ്ലോക്ക് എലമെന്റ്സിനെയും കൂടെ ചേർത്ത് നമ്മൾ നോർമലി റെപ്രസെന്റേറ്റീവ് എലമെന്റ്സ് എന്നാ പറയാം. ഞാൻ പക്ഷേ അതിനെ ടിപ്പിക്കൽ എലമെന്റ്സ് എന്ന് പറയുന്ന വേറൊരു അടുത്ത് ജസ്റ്റ് കൺഫ്യൂസ്ഡ് ആക്കി. എസ് ബ്ലോക്ക് എലമെന്റ്സിനെയും പി ബ്ലോക്ക് എലമെന്റ്സിനെയും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ റെപ്രസെന്റേറ്റീവ് എലമെന്റ്സ് എന്ന് പറയുന്നത്. സെക്കൻഡ് പീരീഡ് എലമെന്റ്സിനെയും തേർഡ് പീരീഡ് എലമെന്റ്സിനെയും കൂടെ ചേർത്ത് വിളിക്കുന്ന പേരാണ് ടിപ്പിക്കൽ എലമെന്റ്സ്. ടിപ്പിക്കൽ എലമെന്റ്സ് അന്ന് ഞാൻ പറഞ്ഞതിൽ എന്തോ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പൊ അത് കറക്റ്റ് ചെയ്യാണ്. എസ് ബ്ലോക്ക് എലമെന്റ്സിനെയും പി ബ്ലോക്ക് എലമെന്റ്സിനെയും കൂടെ ചേർത്ത് വിളിക്കുന്ന പേരാണ് റെപ്രസെന്റേറ്റീവ് എലമെന്റ്സ്. സെക്കൻഡ് പീരീഡ് എലമെന്റ്സിനെയും തേർഡ് പീരീഡ് എലമെന്റ്സിനെയും കൂടെ ചേർത്ത് വിളിക്കുന്ന പേരാണ് ടിപ്പിക്കൽ എലമെന്റ്സ്. ഓക്കെ. അപ്പൊ അതും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാവുന്നില്ല, ജസ്റ്റ് ഞാൻ പറഞ്ഞല്ല ഒരു കറക്ഷൻ പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ ഏകദേശം നമ്മുടെ പീരിയോഡിസിറ്റി ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതിനകത്ത് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് എക്സ്പ്ലനേഷൻ തരാത്ത 1-2 സെക്ഷൻസ് ഉണ്ട്, എനിക്കറിയാം. അലൂമിനിയം ഗാലിയത്തിന്റെ സൈസിന്റെ കാര്യം പറഞ്ഞപ്പോൾ അതിന് പ്രോപ്പർ എക്സ്പ്ലനേഷൻ കിട്ടിയിട്ടില്ല. അതുപോലെ ഈ ഒരു പീരിയോഡിക് ട്രെൻഡിന്റെ കാര്യത്തിന് ഞാൻ കറക്റ്റ് ഫുൾ ഒരു എക്സ്പ്ലനേഷൻ തന്നിട്ടില്ല, എന്തുകൊണ്ടാണ് എന്നുള്ളത്. അത് ഒന്നെങ്കിൽ നിങ്ങളായിട്ട് തന്നെ കുറച്ച് നോക്കുക, കിട്ടുന്നുണ്ടോ നോക്കുക, ചിന്തിച്ച് നോക്കുക, ആൻസർ കിട്ടുന്നുണ്ടോ നോക്കുക. കുറച്ച് കഴിയുമ്പോഴേ തന്നെ പറഞ്ഞുതരാം. ഓക്കെ.